സംസ്ഥാനത്ത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ സംവരണം നടപ്പാകുന്നില്ലെന്ന് പരാതി. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 4% സംവരണം നൽകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. കേരളത്തിൽ 2000-ലധികം ഭിന്നശേഷി സംവരണ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നടപ്പാക്കുന്നില്ല എന്നാണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഇത് അക്ഷയ് പത്തനംതിട്ട തോട്ടഭാഗം സ്വദേശിയാണ്. 90% ഭിന്നശേഷിക്കാരെ. അനധ്യാപക യോഗ്യത നേടിയ ഭിന്നശേഷി ഉദ്യോഗാർത്ഥിയാണ് അക്ഷയ്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഭിന്നശേഷി തൊഴിൽ സംവരണം നടപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പ്രാവർത്തികമാക്കിയാൽ അക്ഷയ്ക്കും ജോലി ലഭിക്കും. സംസ്ഥാനത്ത് 2000-ലേറെ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാണ് അക്ഷയുടെ പരാതി. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ച ഒരു വിധിയുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ 4% സംവരണം നടപ്പാക്കാനാണ് സുപ്രീം കോടതി ഹൈക്കോടതിയും നിർദ്ദേശിച്ചത്. നിലവിൽ മാനേജർമാർ എംപ്ലോയ്മെന്റിലോട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ കാഴ്ചപരിമിതർക്ക് മാത്രമാണ് ഒഴിവുകൾ ഇപ്പം മാനേജർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള വിഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല. അത് സർക്കാർ ഇടപെട്ട് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിൽ തരണമെന്ന് അപേക്ഷിക്കുന്നു. ഭിന്നശേഷി വിഭാഗത്തിന് 4% തൊഴിൽ സംവരണം നടപ്പാക്കിയാൽ ആശ്വാസമാവുക അക്ഷയെപ്പോലുള്ള 100 കണക്കിന് ആളുകൾക്കാണ്. സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറക്കുമെന്നും തങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അക്ഷയ് അടക്കമുള്ള സംസ്ഥാനത്തെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ. ജനം, പത്തനംതിട്ട.